ഹായ് ഹലോ. ഒരു 4 മണി പലഹാരം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ. കണ്ടോ, പഴം നല്ല പോലെ പഴുത്തിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കളർ കണ്ടാൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. പക്ഷെ അതിൻ്റെ തൊലിക്കേ കളർ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ കണ്ടോ ഫ്രഷ് പഴം പോലെ ഇരിക്കുന്നു. ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അതിങ്ങനെ 4 കീറായിട്ട് ഇങ്ങനെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ വെച്ചു. അതിനകത്തോട്ട് നെയ്യ്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച നെയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ നേന്ത്രപ്പഴം കഷ്ണമാക്കിയില്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ വാട്ടിയിട്ടുണ്ട്. അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണലാണ്, അത് വേണമെന്നില്ല. ഞാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനും രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ടെന്നുള്ളൂ. അപ്പോൾ അതും ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് ഞാൻ വാരി മാറ്റിയിട്ടുണ്ട് കേട്ടോ വേറെ പാത്രത്തിലോട്ട്. പിന്നെ മിക്സിയുടെ ജാറെടുത്തു, 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കായൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഏലക്കായ നോക്കിയപ്പോൾ ഇല്ല, അപ്പം പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ പഞ്ചസാര 2-3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ ഈ പഴം വാട്ടിയയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ബാറ്ററാക്കി മാറ്റുക. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച് ആ പാനിൽ തന്നെ ഇട്ടത് ഉണ്ടാക്കുന്നത്, നമ്മൾ ഓംപ്ലേറ്റിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഓംപ്ലേറ്റ് പോലെ തന്നെ തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇവർക്ക് 2 പേർക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. അപ്പോൾ അത്രയേ ഉള്ളൂ.